ഈ അപസ്മാരമൊക്കെ വളരെ കോമൺ ആണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഈ അപസ്മാരമുള്ള ആളുകളെ കണ്ടേക്കാം. അത് ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചർ ആവാം, നിങ്ങളുടെ ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആര് വേണമെങ്കിലും ആവാം. ആ ഒരു മൂമെന്റിൽ നിങ്ങളായിരിക്കും ചിലപ്പോൾ അവരെ സഹായിക്കേണ്ടി വരുന്നത്. ശരിക്കും ഒരു വ്യക്തിക്ക് അപസ്മാരം ഉണ്ടായാൽ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയോ? ഫസ്റ്റ്ലി, ഡോണ്ട് ബി പാനിക്. ഒരു വ്യക്തിക്ക് അപസ്മാരം വന്നു കഴിഞ്ഞാൽ അവരൊരു ഗ്രൗണ്ടിൽ കിടത്തുക. എന്നിട്ട് ഒരു തുണി ഉപയോഗിച്ചിട്ട് അവർക്കൊരു ഹെഡ് സപ്പോർട്ടും കൂടി കൊടുക്കുക. ഈ ഒരു സമയത്ത് ടൈം ചെക്ക് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു വ്യക്തിക്ക് സീഷർ മാറുന്നത് വരെ കാത്തുക്കുക. ആ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് വിറയലൊക്കെ മാറിക്കഴിഞ്ഞാൽ അവരെ ഒരു സൈഡിലേക്ക് ചെരിച്ചെടുത്തുക. എന്നിട്ട് അവരുടെ ഹെഡ് ഒന്ന് ടിൽറ്റ് ചെയ്യുക. അത് അവർക്ക് ഈസിലി ശ്വാസം എടുക്കാനും വിടാനും സഹായിക്കും. ഇവിടെ ടൈമാണ് മാറ്റർ ചെയ്യുന്നത്. സാധാരണ ഒരു സീഷർ തുടങ്ങിയിട്ട് നിൽക്കാൻ ഏതാണ്ട് 2 മുതൽ 3 മിനിറ്റ് വരെ എടുക്കും. ഒരു 5 മിനിറ്റിൽ കൂടുതൽ ഈ ഒരു സീഷർ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സീഷർ വന്നു കഴിഞ്ഞാൽ അവരുടെ ചുറ്റും ഒരു ഒബ്ജക്ട്സും വെക്കരുത്. കാരണം അത് അവർക്ക് ഇഞ്ചുറി ആവാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ ആ സീഷർ വന്ന വ്യക്തിയുടെ വായിലൊന്നും വെക്കരുത്. കാരണം അതും അവർക്ക് ഇഞ്ചുറി ഉണ്ടാക്കും. ഈ ഒരു അപസ്മാരം വന്നു പോയി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഫുള്ള് കൺഫ്യൂസ്ഡ് ആയിരിക്കും. ചിലപ്പോൾ ഒന്നും ഓർമ്മയും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു വ്യക്തിക്ക് അപസ്മാരം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് സ്റ്റേ, കീപ് ദം സേഫ്, ടേൺ ദം ഓൺ ദ സൈഡ്. ഇങ്ങനെയുള്ള സിമ്പിൾ ആക്ഷൻസ് ചിലപ്പോൾ മറ്റുള്ളവരുടെ ജീവിതം രക്ഷിച്ചേക്കാം.